ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് വീട്ടിൽ എന്ത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കേടായാലും ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ മറ്റു ഷോപ്പിനെയോ ആശ്രയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ആരും സഹായമില്ലാത്തൊരു സമയത്താണ് നമ്മുടെ എന്തെങ്കിലും കിച്ചണിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ഗ്രൈൻഡറോ മിക്സിയോ ചീത്തയാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ കാണിക്കാൻ പോകുന്നത് ചീത്തയായ ഒരു ഗ്രൈൻഡറിനെ നമ്മൾ ശരിയാക്കാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ആരെ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോയാലോ? ഇതിൽ കംപ്ലൈൻറ്റ് വേറൊന്നുമല്ല, ഇട്ടപ്പോൾ കറങ്ങുന്നില്ല. അപ്പോൾ ഇവിടെ ജാമായിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഗ്രൈൻഡർ ഇങ്ങനെ കറങ്ങും, കണ്ടോ? ഇതിപ്പോൾ കറങ്ങുന്നില്ല. അപ്പോൾ ഇതെന്ത് പറ്റിയെന്ന് നമുക്ക് ആദ്യം ഇതൊന്ന് പൊളിച്ചെടുത്തിട്ട് നോക്കാം. അതൊക്കെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് ഇവിടെ 6 സ്ക്രൂ ഉണ്ട്. നമുക്ക് ഈ 6 സ്ക്രൂ ആദ്യം ഒന്ന് തുറന്ന് വയ്ക്കാം. എൻ്റെ സഹായത്തിന് മോനും കൂടെ വന്നിട്ടുണ്ട്. അമ്മയും മോനുമായിട്ടാണ് പണി ചെയ്യുന്നത്. എന്താകുമെന്നൊന്നും അറിയില്ല. സ്ക്രൂ ഒക്കെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ തിരിച്ച് നേരെ പതുക്കെ ഇളക്കി എടുക്കുക. ഉള്ളിൽ വെള്ളം ഇറങ്ങുന്നതനുസരിച്ചാണ് നമുക്ക് ഈ തുരുമ്പുണ്ടാകുന്നത്. അപ്പോൾ ഉള്ളിൽ വെള്ളം ഇറങ്ങുന്നത് കൊണ്ടാണ്, കണ്ടോ, ഒരുപാട് തുരുമ്പെടുത്തിട്ടുണ്ട്. കണ്ടോ, എത്ര ശ്രമിച്ചിട്ട് അത് ഒട്ടും അനങ്ങുന്നു. അപ്പം ഇങ്ങനെ അനങ്ങാതിരുന്നാൽ ബെയറിംഗ് ആണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഇതെൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു തന്നിട്ട് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ സക്സസ് ആവും, നമുക്ക് നോക്കാം. അതാ ഇവിടെ 2 സ്ക്രൂ ഉണ്ട്. നമുക്ക് ഈ 2 സ്ക്രൂവും ഇളക്കിയെടുക്കണം. പക്ഷെ അത് തുരുമ്പിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കത് തുറന്നെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ തുരുമ്പ് ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. WD-14 ആണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് ആ ഭാഗത്ത് അടിച്ചു കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വിടുക. അത് കഴിഞ്ഞ് നമുക്കിതിനെ തുറന്നു നോക്കാം. ഈ 2 യൂണിറ്റും ഒറ്റ സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. സാധാരണ നമ്മൾ കാണുന്ന എല്ലാ ഗ്രൈൻഡറിലും ഇത് രണ്ടും 2 പാർട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബിയറിങ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഈ 2 സെറ്റും നമുക്ക് തനിത്തനിയായിട്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് ഒരുമിച്ച് ഇളക്കിയെടുക്കാം. ഒരെണ്ണം ഇളക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എന്തുമാത്രം തുരുമ്പെടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ കറങ്ങാൻ സഹായിക്കുന്ന സംഭവമാണ് ഈ ബെയറിംഗ് എന്ന് പറയുന്ന സാധനം. അത് മൊത്തത്തിൽ തുരുമ്പെടുത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഗ്രൈൻഡർ കറങ്ങാതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടത്. കുറേ സമയത്ത് പ്രയത്നത്തിന് ശേഷം അങ്ങനെ നമ്മൾ ഈ റിങ് ഇളക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഇതിനുള്ളിൽ ഉള്ള ആ ബിയറിംഗ് കൂടെ ഇളക്കിയെടുക്കണം. നമുക്ക് ഈ ബെൽറ്റ് ഊരിയെടുക്കണം. അതിന് ചെറുതായിട്ട് നമ്മളിങ്ങോട്ടൊന്ന് തിരുക്കി കൊടുത്തിട്ട്
ഇതൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കണം. ഇനി ഈ ബെയറിംഗ് കൂടെ നമുക്കൊന്ന് ഇതുപോലെ തട്ടി ഇളക്കാം. സാധാരണ നമ്മുടെ ഗ്രൈൻഡർ ഇല്ലാതാകുന്നതിന് മെയിൻ കാരണം ഉള്ളിൽ വെള്ളം ഇറങ്ങി ഈ ബിയറിംഗ് കംപ്ലൈൻ്റ് ആകുന്നത് കൊണ്ടാണ്. ശ്രദ്ധിക്കുക, ഉള്ളിൽ വെള്ളം ഇറങ്ങുമ്പോൾ ആദ്യം കംപ്ലൈൻ്റ് ആകുന്നത് നമ്മുടെ ബിയറിംഗ് ആണ്. ബിയറിംഗ് കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഗ്രൈൻഡർ ഒരു കാരണവശാലും കറങ്ങില്ല. അപ്പോൾ നമുക്ക് ഇതിനെ മാറ്റി പുതിയ ഒരെണ്ണം ഇടാം. ഇത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇടാൻ പോവാണ്. ഇനി ഇട്ടിട്ട് 4 വശത്തെ റൗണ്ട് ചെയ്ത് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കും. ഇനി നമുക്ക് ഈ ബെൽറ്റ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് കറക്കി നോക്കാം. ഇപ്പം നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തത് സക്സസ് ആയിട്ടുണ്ട്. ഈ കറണ്ടിൽ കൊടുത്ത് ടെസ്റ്റ് ചെയ്യുന്നതാണ്. നല്ല രീതിയിൽ തന്നെ കറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത വർക്ക് വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇവിടുത്തെ 2 സ്ക്രൂ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു റബ്ബർ ഉള്ളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വയർ ഇത് നമ്മളെടുത്തതുപോലെ തിരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും. നമുക്ക് അടയ്ക്കാം. അങ്ങനെ നമ്മളെല്ലാം പഴയതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.